ഈ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിടിലൊരു മണി ഏണിംഗ് ആപ്ലിക്കേഷനാണ് നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഫസ്റ്റിൻ്റെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഫസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങളുടെ UPI ID ഇവിടെ കൊടുക്കുക. അതുപോലെ നമ്മൾ ഈ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിരുന്നത് ആ ഒരു റെഫറൽ കോഡ് തെറ്റായി നിങ്ങൾ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ UPI ID അതേപോലെ റെഫറൽ കോഡും കൊടുത്തതിന് ശേഷം അപ്ഡേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പം ഇതേപോലെ കൺഗ്രാജുലേഷൻസ് സക്സസ്ഫുള്ളി അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങളിവിടെ ക്ലോസ് എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതേപോലെ ഇൻ്റർഫേസിലാക്കി വരും. ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ആദ്യം തന്നെ ചോദിക്കും പെർമിഷൻ. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ വേണോ വേണ്ടേ, നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമെന്ന് വെച്ചാൽ വേണമെങ്കിൽ അലോ കൊടുക്കുക, വേണ്ടെങ്കിൽ ഡോണ്ട് അലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലെത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എങ്ങനെയൊക്കെ മണി ഏൺ ചെയ്യാമെന്നാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നത് റിവാർഡ് എന്നൊരു സെക്ഷൻ കാണാൻ പറ്റും. സെക്കൻഡായിട്ട് ജസ്റ്റ് നിങ്ങൾ ആ റിവാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിൽ വരും. അപ്പോൾ ഫസ്റ്റ് തന്നെ ഏറ്റവും മേളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡെയിലി ബോണസ് എന്ന് പറഞ്ഞ്. ഡെയിലി ബോണസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 100 കോയിൻസ് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഡെയിലി ബോണസ് എന്നുള്ളത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം ജസ്റ്റ് ഒരു ആഡ് വരും. ആ ആഡിന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം സക്സസ്ഫുള്ളായിട്ട് നമ്മൾ ഡെയിലി ബോണസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്. ഡെയിലി ബോണസ് ക്ലെയിം ചെയ്തപ്പോൾ നമുക്കൊരു 10 കോയിൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും 10 ക്രെഡിറ്റ് സക്സസ്ഫുള്ളി ചെക്ക് യുവർ വാലറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് 200 കോയിൻ വരെ ഇവിടെ വീഡിയോ കണ്ടുകൊണ്ട് മണി ഏൺ ചെയ്യാൻ പറ്റും. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോഴേ ഒരു വീഡിയോ വരും. ആ വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാം. വീഡിയോ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വീഡിയോ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് മണി ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഡെയിലി ബോൺസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, വീഡിയോ ഏണിങ്ങിൻ്റെ കാര്യം പറഞ്ഞു. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കളർ മാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള കളർ മാച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ സെക്കൻഡ് തരുന്നുണ്ട്. കളർ മാച്ച് എന്ന് പറഞ്ഞതിന് ശേഷം ഒരു കൗണ്ട് ആവുന്നതാണ്. നമ്പറുടെ കൗണ്ട് ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സെലക്ട് ആ കളർ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റും. അപ്പോൾ മേളിൽ കാണിച്ചിരുന്ന അതേ കളർ താഴെ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും ആഡ് വരും. ആഡൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണുന്ന വെച്ചാൽ നമുക്ക് 5 കോയിൻ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അതേപോലെയാണ് കളർ മാച്ച് എന്ന് വെച്ചാൽ മുകളിൽ ഏത് കളറാണോ കാണിക്കുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് താഴെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെയാണ് കളർ മാച്ചിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ബാക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തത് കാണാൻ സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ സ്ക്രോൾ ചെയ്യുക താഴോട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്വിസ് ആൻഡ് ഗെയിം എന്ന് പറഞ്ഞ്. ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ചോദ്യങ്ങൾ വരും. ആ ചോദ്യങ്ങൾക്ക് കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും ഉള്ളതായിരിക്കും വരുന്നത്. കൂടുതലായിട്ട് നിങ്ങൾക്ക് കൂട്ടാനുള്ളതായിരിക്കും വരുന്നത്. കൂട്ടാൻ എത്ര കൂട്ടാൻ വരുന്നത് അത് നിങ്ങൾ ജസ്റ്റ് 38 + 35 ഇത്രയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു 73 ആണെന്നുള്ളത് ജസ്റ്റ് 73 ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തന്നെ ജസ്റ്റ് ആഡ്സ് വരുന്നതായിരിക്കും. അതിനുശേഷം ആഡ്സ് ഒന്ന് ക്ലോസ് ചെയ്ത് നമ്മുടെ കോയിൻ ക്രെഡിറ്റ് ആയതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട് 5 കോയിൻ. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ക്ലോസ് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ഇറങ്ങുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഗൈസ്. താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്യാനായിട്ട്. അപ്പം താഴോട്ടൊന്ന് സ്ക്രോൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ക്യൂസ് ഗെയിം നിങ്ങൾ കളിച്ചു. അപ്പം അതിന് അടുത്തായിട്ട് കാണാൻ പറ്റും നിങ്ങൾക്ക് ക്യാപ്ച സോൾവ്. അതായത് നിങ്ങൾക്ക് ക്യാപ്ചകൾ സോൾവ് ചെയ്തുകൊണ്ട് മണി ഏൺ ചെയ്യുക. അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ക്യാപ്ച വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റീഫ്രഷിന് ഇവിടെ കാണാൻ പറ്റും. അവിടെ ജസ്റ്റ് റീഫ്രഷിൻ്റെ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാപ്ച വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ക്യാപ്ച വന്നിട്ടുണ്ട്. ജസ്റ്റ് ആ ക്യാപ്ച നിങ്ങൾ സെയിം ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. സെയിം ആയിട്ട് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പോയിൻറ്റ് ക്രെഡിറ്റ് ആകും. അതിനുശേഷം കറക്റ്റ് ക്യാപ്ച നിങ്ങൾ എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് ക്യാപ്ച എന്ന് കാണാൻ പറ്റും താഴെയായിട്ട്. അവിടെ ജസ്റ്റ് സബ്മിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ ആഡ്സ് വരും. ആഡ്സ് ക്ലോസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു കോയിൻ നിങ്ങളുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ക്യാപ്ച ടൈപ്പ് ചെയ്തതിൻ്റെ 5 കോയിൻ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് 5 അറ്റംപ്റ്റാണ് ഈ ക്യാപ്ച ടൈപ്പിനുള്ളത്. ബാക്കി എല്ലാത്തിനും അൺലിമിറ്റഡ് ആണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. ബാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അടുത്തായിട്ട് ജസ്റ്റ് നിങ്ങൾ ഇനി മുട്ടകൾ പൊടിച്ച്, അത് എഗ് ഗെയിം എന്ന് പറഞ്ഞൊരു ഗെയിം കാണാൻ പറ്റും. ആ എഗ് ഗെയിം എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എഗ് ഗെയിം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു മുട്ടയുടെ പടമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ മുട്ട ഗെയിം കളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മുട്ടയുടെ ഗെയിം എങ്ങനെയാണെന്ന് ഈ മുട്ട കാണുന്നതിൽ നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു മുട്ടയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് വൈബ്രേഷൻ ആവുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ 2 ക്ലിക്ക് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ആഡ്സ് വരും. ആഡ്സ് വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു പോയിൻറ്റ് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഗായ്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും നമ്മൾ മുട്ട പൊട്ടിച്ചതിനായിട്ട് നമുക്ക് 4 കോയിൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ സിമ്പിളൊരു ആപ്ലിക്കേഷനാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നും നല്ല രീതിക്ക് മണി ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതായത് നല്ല രീതിക്ക് നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു 3 എണ്ണമാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോക്കേണ്ടത്. നല്ല രീതിക്ക് നിങ്ങൾക്ക് ഈ റിവാർഡ് സെക്ഷൻ എന്നുള്ളിടത്ത് നിങ്ങൾക്ക് നല്ല രീതിക്ക് മണി ഏൺ ചെയ്യും. അതായത് നിങ്ങൾക്ക് ഡെയിലി ബോണസ് ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതേപോലെ വാച്ച് വീഡിയോ, കളർ മാച്ച്, ക്യൂസ് ഗെയിം,
അതേപോലെ ക്യാപ്ച ടൈപ്പിംഗ്, എഗ് ഗെയിം. ഈ ഇത്രയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് മണി ചെയ്യാൻ പറ്റും. ഇതിലും അനേകം രീതിയിൽ നിങ്ങൾക്ക് ഇത് മണി ഏൺ ചെയ്യാൻ പറ്റും. അപ്പം ഇത് കൂടാതെ മണി ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഹോം പേജിലോട്ടൊന്ന് വരിക. ഹോം പേജിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പേ സ്കെയിൽ, ഓഫർ വാൾ, അതേപോലെ പ്ലേ ഗെയിംസ്, പ്ലേ ക്യൂസ്. ഇതെല്ലാം നിങ്ങൾ സെക്കൻഡ് പ്രിഫറായിട്ടേ കാണാവൂ. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് എന്തായാലും റിവാർഡ് സെക്ഷനിൽ കളിക്കണം. ആ റിവാർഡ് സെക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങളുടെ വാലറ്റിലേക്ക് വരുന്നത്. ഇത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഹോം പേജിലെല്ലാം വരുന്നത്. അപ്പോൾ ഇനി അടുത്തായിട്ട് ഇതിൻ്റെ വിഡ്രോ നോക്കാം. വിഡ്രോ എന്നുള്ള ശേഷം വിഡ്രോ എങ്ങനെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വാലറ്റിൻ്റെ അവിടെ ഓപ്ഷൻ കാണാം. അപ്പോൾ ജസ്റ്റ് വാലറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ടോട്ടൽ 43 കോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ കോയിൻ വന്നതെന്ന് വെച്ചാൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാം. അപ്പോഴത്തേക്കും നമുക്ക് ഡെയിലി ബോൺസ് ക്ലെയിം ചെയ്തിട്ടുണ്ട്, അതായത് വീഡിയോ വാച്ച് ചെയ്തിട്ടുണ്ട്, കളർ മാച്ചിൻ്റെ ഒന്നും കളിച്ചിട്ടുണ്ട്, ക്യൂസ് ഗെയിം കളിച്ചിട്ടുണ്ട്, അതേപോലെ ക്യാപ്ച സോളോ, എഗ് ഗെയിം. അപ്പോൾ ഇത്രയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ജസ്റ്റ് 43 കോയിനാണ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ഉടൻ തന്നെ നമുക്ക് കിട്ടിയത്. ജസ്റ്റ് നിങ്ങൾ റെഡീം നൗ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് UPIയിലേക്കും ആമസോൺ പേയിലേക്കും ഫ്ലിപ്കാർട്ടിലേക്കും ഫ്രീ ഫയറിലേക്കും ഗൂഗിൾ പേയിലേക്കും എല്ലാത്തിലും വിഡ്രോ ഉള്ളതാണ്. അപ്പം ജസ്റ്റ് നമ്മളിവിടെ UPIയുടെയാണ് കാണിച്ചിരുന്നത്. ജസ്റ്റ് UPIയിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. UPIയിലാണെങ്കിൽ 650 കോയിൻ നിങ്ങൾക്കുണ്ടെങ്കിൽ 5 രൂപയായിട്ട് നിങ്ങൾക്ക് UPIയിലേക്ക് വിഡ്രോ ആവാം. മിനിമം 5 രൂപയാണെങ്കിൽ നിങ്ങൾക്ക് UPIയിലേക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ബാക്ക് വരും. അതിനുശേഷം നിങ്ങൾക്ക് കൂടെ ആമസോൺ പേ കാണാൻ പറ്റും. ആമസോൺ പേയുടെ കൂടെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആമസോൺ അതായത് 2500 കോയിനാണ് മിനിമം വിഡ്രോ ആമസോണിലേക്ക് വരുന്നത്. അതായത് 25 രൂപയായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യുമ്പോൾ ആമസോൺ പേയിലോട്ട് 2500 കോയിൻ ഉണ്ടെങ്കിൽ 25 രൂപയായിട്ട് നിങ്ങൾക്ക് ആമസോൺ പേയിൽ വിഡ്രോ ചെയ്യാം. UPIയിലാണ് ഏറ്റവും കുറഞ്ഞത് വരുന്നത്. അത് 5 രൂപ. 650 കോയിൻ ഉണ്ടെങ്കിൽ 5 രൂപയായിട്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോഴത്തേന് ഇതിലാണെങ്കിൽ UPIയിലാണെങ്കിൽ നിങ്ങൾക്ക് 20 രൂപയായിട്ട് വിഡ്രോ ചെയ്യും. അത് 2150 കോയിൻ ആയി കഴിഞ്ഞാൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടിപൊളി ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് പക്കായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ വിഡ്രോ കിട്ടുന്നതിന് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് കമ്മ്യൂണിറ്റി ടാബിലും അതേപോലെ ടെലിഗ്രാം ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് പേയ്മെൻറ്റ് പ്രൂഫ് ചെക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും പേയ്മെൻറ്റ് കിട്ടണം. എല്ലാവരും അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്തോളൂ.